ജൂലൈ 6 അലോട്ട്മെന്റ് തുടങ്ങും എന്നുള്ള രൂപത്തിലുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ MCAയുടെ ഭാഗത്ത് നിന്ന് പുറപ്പെടുവിച്ചിരുന്നു. ആൻഡ് അതിനോടനുബന്ധിച്ചിട്ട് തന്നെ കേരള അലോട്ട്മെന്റ് നടക്കേണ്ടതായിരുന്നു. ആ സമയത്താണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായത്. അതായത് ഇനി ഈ കേസ് കാര്യങ്ങളൊക്കെ തീരുമാനമാകുന്നത് വരെ അലോട്ട്മെന്റ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകണ്ട എന്നുള്ള രൂപത്തിലാണ് പറയുന്നത്. അപ്പോൾ ജൂലൈ 8 സുപ്രീം കോടതി കേസ് കേട്ടു. ജൂലൈ 11 കേൾക്കുന്നത് മാറ്റിവെച്ചു. ഇപ്പോൾ ജൂലൈ 11 ഒരുപാട് ചോദ്യങ്ങളുടെ ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ചോദ്യത്തിനെല്ലാം കൃത്യമായിട്ടുള്ള ഉത്തരം ജൂലൈ 11 കിട്ടുകയാണെങ്കിൽ ജൂലൈ 11 തന്നെ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു വിധി, ഒരു തീരുമാനമാക്കുന്ന തരത്തിലൊരു വിധി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മളെ കോടതിയുടെ നേച്ചർ വെച്ചിട്ട് അവിടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അതായത് തീരുമാനമാക്കാൻ പറ്റാത്ത തരത്തിൽ എന്തെങ്കിലും ഒരു ഡിസ്പാരിറ്റി അവിടെ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ഡേറ്റിലേക്ക് കൂടി മാറിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിപ്പോൾ പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോമൺ സെൻസിൽ ആലോചിച്ചാൽ തന്നെ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് അലോട്ട്മെന്റിന് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അലോട്ട്മെന്റ് നീറ്റ് അല്ലെങ്കിൽ റീനീറ്റ് അല്ലെങ്കിൽ ഈ വിധി അല്ലെങ്കിൽ ഈ പറയുന്ന എക്സാമിൽ ചില ഭാഗങ്ങളിൽ മാത്രം എക്സാം വീണ്ടും നടത്തണം എന്നൊക്കെ പലതര ഓപ്ഷനുകളിലേക്ക് പോകാലോ. ഇതൊക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അലോട്ട്മെന്റ് മുന്നോട്ട് വൈകി പോകാനുള്ള സാധ്യതയുണ്ട്. അലോട്ട്മെന്റ് തുടങ്ങുമ്പോൾ ഞാൻ ഇതിന് മുന്നേ അലോട്ട്മെന്റിന്റെ വീഡിയോസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 4 റൗണ്ട് അലോട്ട്മെന്റ് ആണ് വരിക. ഓരോ റൗണ്ട് അലോട്ട്മെന്റ് കംപ്ലീറ്റ് ചെയ്യാനും ഒരു 3 ആഴ്ച വീതം എടുക്കുന്നുണ്ടാവും. അങ്ങനെ 4 റൗണ്ട് അലോട്ട്മെന്റ് തീരാൻ ഏകദേശം 12 ആഴ്ച, 3 മാസ സമയമാണ് നമുക്ക് അലോട്ട്മെന്റ്, ലാസ്റ്റിലത്തെ അലോട്ട്മെന്റ്, ഈ പറയുന്ന സ്ട്രേ വേക്കൻസി സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്ന സാധനത്തിലേക്ക് പോകാൻ വേണ്ടി സാധ്യതയുള്ളത്. ഇപ്പോൾ കട്ട് ഓഫ് മാർക്ക് നമുക്ക് ഏകദേശം നിശ്ചിതമാണ്. കാരണം 1563 ആൾക്കാരുടെ എക്സാം റിസൾട്ട് മാറിയിട്ടും കട്ട് ഓഫ് മാർക്കിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ 658, 657 തന്നെയായിരിക്കും ഓൾ ഇന്ത്യ കട്ട് ഓഫ് എന്ന് വിചാരിക്കുന്നു. മേ ബി ഒരു 656 വരെയൊക്കെയുള്ള കാര്യങ്ങൾ. കാരണം നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ 658 657 വരുമ്പോൾ തന്നെ 2000-ഓളം കുട്ടികളുണ്ട്. 658, 657, 656 മാർക്കുകളിൽ മാത്രമായിട്ട് ഒരു 4000-4500 കുട്ടികളെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഒരു 4000-5000 സീറ്റിന്റെ വ്യത്യാസം വന്നാൽ പോലും 1-2 മാർക്കിന് വ്യത്യാസമാണ് കട്ട് ഓഫിൽ വരാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ബോർഡർ ലൈനിൽ നിൽക്കുന്ന കുട്ടികളില്ലേ, 656-ലും 655-ലും ഇനി 650-ലും 645-ലും 640-ലും ഒക്കെ നിൽക്കുന്ന ആൾക്കാർ, ഇവൻ 630-ലും 620-ലും നിൽക്കുന്ന ആൾക്കാർ വരെ ഒരുപാട് ആളുകൾ സീറ്റ് പ്രതീക്ഷിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. അപ്പം അവരെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല, അവരോടുള്ള ഒരു സഹാനുഭൂതിയോട് കൂടിയിട്ട് മാത്രമാണ് സംസാരിക്കുന്നത്. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച 620, 630 മാർക്ക് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളിനേക്കാൾ മാർക്ക് വാങ്ങിയിട്ടുള്ള ഏകദേശം 23-24,000 കുട്ടികൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ് എന്നുള്ളതുകൊണ്ട് സീറ്റ് വരുന്ന സമയത്ത് അവരിലേക്ക് സീറ്റ് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിനകത്ത് തന്നെ ഒരുപാട് കുട്ടികൾ ഇത്തവണ അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി റിപ്പീറ്റ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റു കോഴ്സിന് പോകാമെന്നോ വിചാരിക്കുന്ന ആളുകളാണ്. ഡെഫിനറ്റ്ലി നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ടി വരും. കാരണം നിങ്ങൾ മറ്റു കോഴ്സുകൾക്കാണോ പോകുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി ബീങ് എ ഡോക്ടർ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ വേണ്ടി പറ്റും, മറ്റ് ഏത് കോഴ്സിന് പോയാലും മെഡിസിന് പോകുന്നത് പോലെ തന്നെ MBBS പോകുന്നത് പോലെ തന്നെ വാല്യൂ ഉണ്ട്, ഡിഗ്നിറ്റി ഉണ്ട്, നല്ല തൊഴിൽ സാധ്യതകളുണ്ട്, കാര്യങ്ങളുണ്ട്. അത് വേറെ വലിയ ടോപ്പിക്കാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ MBBSൽ മാത്രമേ വിജയങ്ങളുള്ളൂ, ബാക്കി ജോലികൾ ചെയ്യുന്ന ആളുകളൊന്നും അത്ര വിജയിച്ചവരല്ല എന്നുള്ള തരത്തിലൊരു കൺസെപ്റ്റ് കുട്ടികൾക്കോ രക്ഷകർത്താക്കൾക്കോ സമൂഹത്തിനോ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കണം, നിങ്ങൾ മറ്റൊരു കോഴ്സ് എടുക്കാനാണോ പോകുന്നത് അതോ ഇനി റിപ്പീറ്റ് ചെയ്യാനാണോ പോകുന്നത് എന്നുള്ളത് നോക്കണം. ഇനി അഥവാ റിപ്പീറ്റ് ചെയ്യാനാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു കോഴ്സ് എടുക്കാനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഈ അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് എന്ന് പറയുന്ന സമയമാകുമ്പോഴത്തേക്ക്, ഇപ്പോൾ ആലോചിച്ച് നോക്കാം, ഞാൻ പറഞ്ഞില്ലേ 12 ആഴ്ച, 3 ആഴ്ച വീതം ഓരോ അലോട്ട്മെന്റിന്റെ പ്രോസസ്സിന് വേണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ 3 മാസം സമയമുണ്ട്. ഈ ജൂലൈ മാസത്തിൽ, ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജൂലൈ 9-ാം തീയതി ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം ആലോചിക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 9, സെപ്റ്റംബർ 9 ആൻഡ് ഒക്ടോബർ 9, 3 മാസം, ഒക്ടോബർ 9 വരെയൊക്കെ ആവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കേരള അലോട്ട്മെന്റും ബാക്കി കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇന്ന് തുടങ്ങുകയാണെങ്കിൽ പോലും. അപ്പോൾ ഇനി ഒരു ജൂലൈ 15 തുടങ്ങണമെങ്കിൽ മിക്കവാറും ഒരു ഒക്ടോബർ 15 ആവും സാധനങ്ങൾ തീരാൻ വേണ്ടിയിട്ട്. ഇനി കോടതി നടപടികളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ര ദൈർഘ്യം നേരിട്ട് ഒരു ഓഗസ്റ്റിലേക്കാണ് തുടങ്ങുന്നതെങ്കിലും സ്റ്റിൽ പിന്നെ അങ്ങോട്ട് മാറി നവംബറൊക്കെ ആവും നമ്മുടെ കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തമായ തീരുമാനം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു 600, 610, 650 ഒക്കെ മാർക്ക് മേടിച്ച ആളുകളൊക്കെയും നമ്മൾ ഈ പറയുന്ന നവംബർ വരെ അല്ലെങ്കിൽ ഒക്ടോബർ പകുതി വരെയുള്ള സമയത്ത് നമ്മൾ അലോട്ട്മെന്റ് കിട്ടും, എനിക്ക് സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അതർ കോഴ്സുകളുടെ അലോട്ട്മെന്റ് പരിപാടികൾ മുഴുവനായിട്ടും തീർന്നു പോകും. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ടൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. കാരണം അലോട്ട്മെന്റ് നീളാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഒരു നേരത്തെ പറഞ്ഞു തരാമെന്നുള്ളത്, നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ട് നേരത്തെ പറഞ്ഞു തരാമെന്നുള്ള കാര്യം മാത്രമാണ് ചെയ്യുന്നത്. മറ്റു കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാനുള്ള ആളുകൾ നേരത്തെ തീരുമാനിച്ചിട്ട് ആ കോഴ്സുകളിലേക്ക് തിരിയണമെങ്കിൽ തിരിയാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവസാനം വരെ വെയിറ്റ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ മറ്റു കോഴ്സുകളുടെ അഡ്മിഷനായിട്ട് നിങ്ങൾക്ക് ബന്ധമൊന്നുമില്ല. ഇത് കിട്ടിയില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ നിങ്ങളുടെ തീരുമാനം. അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മറ്റു കോഴ്സുകളെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, നവംബർ മുതൽ ഏപ്രിൽ വരെ കൃത്യം 6 മാസമേ ഉള്ളൂ. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, കറക്റ്റ് 6 മാസമേ ഉള്ളൂ. 6 മാസം കൊണ്ട് നീറ്റ് വീണ്ടും
വീണ്ടും പഠിച്ച് എടുത്ത് കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. അതിനകത്ത് അവസാനത്തെ 3 മാസം നമ്മൾ ടെസ്റ്റ് സീരീസ് എഴുതാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ ആദ്യത്തെ 3 മാസം കൊണ്ട് മുഴുവൻ സിലബസും വീണ്ടും കവർ ചെയ്യാന്നുള്ളത് നിയർലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ടാസ്ക്കാണ്, ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടാവും. കഴിഞ്ഞ വർഷം ഡോപ്പയിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഡോപ്പയിൽ പഠിച്ച കുട്ടികൾക്കൊക്കെ അവനെ നേരിട്ട് അറിയുന്ന ഒരു ബോയാണ്. 610 മാർക്കായിരുന്നു അവനുണ്ടായിരുന്നത്. അവൻ്റെ മാർക്കിനേക്കാൾ 30 റാങ്ക് ഫ്രണ്ടിലുള്ള കുട്ടിക്ക് വരെ സീറ്റ് കിട്ടി. സെയിം മാർക്കിൽ 610 ആൾക്കാർക്ക് വരെ സീറ്റ് കിട്ടി, 610 ഇവന് സീറ്റ് കിട്ടിയില്ല. കറക്റ്റ് ബോർഡർ ലൈനിലായിരുന്നു. ഇവനെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതുപോലെ ലാസ്റ്റിലത്തെ 5 മാസമാണ് പഠിക്കാൻ കിട്ടിയത്. ആൻഡ് ഈ വർഷം പെർഫോം ചെയ്യുമ്പോൾ വിചാരിച്ച അത്ര പെർഫോമൻസ്, അതർവൈസ് ഒരു 720 എത്താൻ കപ്പാസിറ്റി ഉള്ള ആളായിരുന്നു. പക്ഷേ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ലേറ്റ് ആയിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ വേറൊരു കോഴ്സിന് നോക്കുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പറയുന്ന ബോർഡർ ലൈനിൽ ഒരു 550 എനിക്ക് ഭയങ്കര വണ്ടർഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര അത്ഭുതത്തോട് കൂടിയിട്ട് എനിക്ക് കാണുന്ന കാര്യമുണ്ട്. 620, 630, 640 ആളുകൾ ചിന്തിക്കുന്നത് പോലെ തന്നെ നമ്മൾ അലോട്ട്മെന്റ് കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന 400കളിലുള്ള ആൾക്കാരും 500കളിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ നിങ്ങൾ ഒരു ഫാൾസ് ഇൻഫർമേഷനിൽ നിങ്ങൾ നിൽക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെഡിസിനിൽ കിട്ടാൻ സാധ്യത കുറവാണ്, മറ്റു കോഴ്സുകളിൽ കിട്ടിയേക്കാം. അത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഡിസൈഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. റിപ്പീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാനോ വിചാരിക്കുന്ന ആളുകളാണെങ്കിൽ യു ഹാവ് ടു സ്റ്റാർട്ട് റൈറ്റ് നൗ. അപ്പോൾ ഡോപ്പയിലേക്കുള്ള അഡ്വർടൈസ്മെന്റ് അല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആണ്, ഡോപ്പയിലേക്കുള്ള അഡ്വർടൈസ്മെന്റ് ആണെന്ന് തന്നെ വിചാരിച്ചോ. ഡോപ്പയിൽ ബാച്ചുകളുണ്ട്, നമുക്കിപ്പോൾ ഓൺലൈൻ ബാച്ചുകളുണ്ട്. 500 മുകളിൽ മാർക്കുള്ള കുട്ടികൾക്കാണെങ്കിൽ എയിംസ് ബാച്ചുകളുണ്ട്. ഇനി ക്ലാസ് കേൾക്കാതെ ചെറിയ പൈസയിൽ പഠിക്കാനാണെങ്കിൽ TND ബാച്ചുകളുണ്ട്. എയിംസ് ബാച്ച് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, 10-ാം തീയതി 13-ാം തീയതി ആയിട്ടാണ് എയിംസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കുറച്ചൊക്കെ ഒരു 500 മുകളിൽ വിവരമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ കൂടി ചേർന്നിട്ട് അങ്ങനെ പഠിച്ചു പോകാം, തടസ്സമൊന്നും വരില്ല. നിങ്ങൾക്ക് ഉള്ള ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ റിവിഷൻ സമയത്തൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. എന്നിട്ട് സ്റ്റാർട്ട് ഏർലി ആസ് പോസിബിൾ. TND ബാച്ചിന് അങ്ങനെ മാർക്ക് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഏതൊരു മാർക്കുള്ള കുട്ടിയാണെങ്കിലും ഒരു പ്രാവശ്യം ക്ലാസ് കേട്ട് നോട്ടുണ്ടെങ്കിൽ TND ബാച്ചിൽ വരാൻ വേണ്ടി പറ്റും, അവിടെ ഇരുന്ന് പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി ഞാൻ പറയാണ്, ഡോപ്പയിലേക്ക് വരാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, വരണ്ട. നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ പോയി ജോയിൻ ചെയ്തു. പക്ഷേ ഞാൻ പറയുന്ന കാര്യത്തിലേ ഉള്ളൂ, ഈ വീഡിയോൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ടേക്ക് ഹോം മെസ്സേജ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോയേ പറ്റുള്ളൂ. അതായത് നമ്മളുടെ അലോട്ട്മെന്റ് പ്രോസസ്സ് വൈകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് സീറ്റ് കിട്ടോ ഇല്ലയോ എന്ന് പറയാനും നമുക്ക് വൈകി പോകും. ഇനിയിപ്പോൾ ജസ്റ്റ് ആലോചിച്ചു, ഒരു കുട്ടി ഇപ്പോൾ വീണ്ടും പഠിക്കാൻ വേണ്ടി തുടങ്ങി, റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി, മുന്നോട്ട് പോയി. ആൻഡ് അലോട്ട്മെന്റ് തീരുന്ന സമയമായപ്പോഴത്തേക്ക് ഒരു 3 മാസം കൊണ്ട് മെഡിക്കൽ സീറ്റ് കിട്ടി, ഭയങ്കര ഹാപ്പി ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഡയറക്റ്റ്ലി മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ഈ 3 മാസം നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഒരു നഷ്ടവും സംഭവിക്കാനില്ല. ഇനി ഒരു കുട്ടിയുണ്ട്, നമ്മൾ അലോട്ട്മെന്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ട് ഒരു 3-3.5 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ സീറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അപ്പം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പം ഈ 3.5 മാസം നഷ്ടപ്പെടുത്തിയത് ഒരു വലിയ നഷ്ടമായിരിക്കും. 3.5 മാസം കൊണ്ട് പഠിക്കുന്ന ചാപ്റ്റേഴ്സ് അല്ല നിങ്ങൾ കാണേണ്ടത്. ഈ 3.5 മാസം നിങ്ങൾക്ക് അവസാനം റിവൈസ് ചെയ്യാൻ കിട്ടുന്നതായിട്ടാണ് നിങ്ങൾ കാണേണ്ടിണ്ടാവുക. സോ ഇതിൻ്റെ ഉള്ളിലൊരു പണി വരുന്നുണ്ട്. എസ്പെഷ്യലി ബോർഡർ ലൈൻ മാർക്കുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന ഒരു പണി വരാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ്. സോ ധൈര്യമായിട്ട് നിങ്ങളൊരു ഡിസിഷനിലേക്ക് പോകണം എന്നുള്ളതാണ് പറയുക. ഡിസിഷൻ എടുക്കാൻ എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ ഇവിടെ ഡോപ്പൻ്റെ ഓഫീസിൽ അവൈലബിൾ ഉണ്ട്. നിങ്ങൾ ഡയറക്റ്റ്ലി ഓഫീസിൽ വിളിച്ചൊരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക, നേരിട്ട് വരിക, നമുക്ക് ഇവിടെ നിന്ന് കാണാം. നമുക്ക് ഡീനായിട്ട് പോലുള്ള ടൂളുകളുണ്ട്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. നിങ്ങളിൽ ആരെയും അതായത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കില്ല എന്നുള്ളത് പ്രോമിസ് ചെയ്ത് തരാം. പറ്റുകയാണെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാതെ മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ വേറൊരു ഓപ്ഷനിലേക്കോ എടുക്കുന്നതിനാണ് നമ്മളും പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ ഇവിടെ ഇങ്ങനെ എല്ലാവരെയും കൊണ്ട് റിപ്പീറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു രൂപത്തിലേക്ക് ഒരിക്കലും ചിന്തിക്കില്ല എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ പേഴ്സണൽ നമ്പർ ഉണ്ട്. പേഴ്സണൽ നമ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങൾ നോക്കാം. 9048292200 എന്നുള്ളതാണ്. 9048292200 എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ നമ്പർ. അതിനകത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, വാട്സാപ്പിൽ വിളിച്ചാലും മതി. ഫ്രീ ഉള്ള സമയത്തൊക്കെ ഫോൺ എടുക്കുന്നുണ്ടാവും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ ഒരു വാസ്തവം നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. ആൻഡ് ഇതുപോലെ ഈ ബോർഡർ ലൈൻ മാർക്കിലുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്താലും മതി, ഓഫ്ലൈൻ പറ്റില്ലെങ്കിൽ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്താലും മതി. ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ള കാര്യം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.